ഇത്തവണ കേരളത്തിലെ കനത്ത പരാജയം പ്രത്യേകിച്ച് അവർക്ക് സീറ്റ് കുറഞ്ഞതിലല്ല, പകരം പാർട്ടിയുടെ ഗ്രാമങ്ങളിൽ പോലും വലിയ രീതിയിൽ വോട്ട് കുറഞ്ഞതാണ് CPM-നെ അലോരസപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള അന്വേഷണാത്മക റിപ്പോർട്ടിങ്ങും ഒക്കെയാണ് ഇപ്പോൾ വിവിധ ജില്ലകളിലും ബൂത്തുകളിലും മറ്റും നടക്കുന്നത്. ഇപ്പോൾ പുതിയതായി വരുന്ന റിപ്പോർട്ടിൽ പാർട്ടി പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പരാജയത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് പല കാര്യങ്ങളും ഈ മാധ്യമങ്ങൾക്കും നവമാധ്യമങ്ങൾക്കും ചോർത്തി നൽകിയത്. ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ ശമ്പളം മുടങ്ങുന്നതിലും ആനുകൂല്യം നിഷേധിക്കുന്നതിലുമൊക്കെ വലിയ പ്രതിഷേധം സർക്കാർ അനുകൂല സംഘടനകൾ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. CPM-നെ ഭയപ്പെട്ട് ഒന്നും ശബ്ദിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് പല ഉദ്യോഗസ്ഥന്മാരും പണിയെടുക്കുന്നത്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. സർക്കാരിനുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും മാധ്യമങ്ങളെ അറിയിക്കുന്നത് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. അതായത് കൂടെ നിന്ന് പണി തന്നു എന്ന രീതിയിലാണ് CPM അതിനെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും ഒരു നിരീക്ഷണ സെല്ല് രൂപീകരിക്കാനും ഇത്തരം ഉദ്യോഗസ്ഥന്മാർക്ക് മാക്സിമം പണി കൊടുക്കാനുമുള്ളൊരു തീരുമാനത്തിലേക്ക് CPM നീങ്ങുന്നതായിട്ടാണ് സൂചന. ഏതായാലും സർക്കാർ ജീവനക്കാർ വലിയ ആമർശത്തിലാണ്. കാരണം അവർക്ക് ശമ്പളം മുടങ്ങുന്നതും ശമ്പളം ലേറ്റാകുന്നതും അല്ലെങ്കിൽ അവർ ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇഴകേറി പരിശോധിക്കുകയാണ് CPM. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? അവിടെയാണ് സർക്കാരിനൊപ്പം കാണും എന്ന് കരുതിയവർ, ഇല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം എന്നും നിലനിൽക്കും എന്ന് കരുതിയവർ ഇപ്പോൾ തങ്ങൾക്ക് പണി തന്നു എന്ന് CPM കരുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.